കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഗുരുവായൂരപ്പ. നമ്മൾ എവിടെ നിർത്തിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ആരണ്യകാണ്ഡത്തിൽ 2-ാം സർഗം 24-ാം ശ്ലോകത്തിലാണ് നിർത്തിയത്. അപ്പോൾ അതിലെന്താ പറഞ്ഞ വെച്ചാൽ സീതാലക്ഷ്മണ സമേതനായിട്ട് ശ്രീരാമൻ വനവാസികളായിട്ടുള്ള അവിടെയുള്ള ആ ദണ്ഡകവനത്തിലുള്ള എല്ലാ ഋഷിമാരും ചെയ്യണ പൂജയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് പതുക്കെ എല്ലാവരുടെ ആശ്രമങ്ങൾ അനവധി ഋഷിമാർ താമസിക്കുന്നുണ്ട് അവിടെയൊക്കെ പോയി സന്ദർശിച്ച് അവരെയൊക്കെ അനുഗ്രഹിച്ച് അങ്ങനെ കുറേ കൊല്ലങ്ങൾ ദണ്ഡകാരണ്യത്തിൽ താമസിച്ചു എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ. അപ്പോൾ 25 സുതീക്ഷ്ണസ്യാശ്രമം പ്രാഗാൽ പ്രഖ്യാതമൃഷിസങ്കുലം സർവർത്തുഗുണസമ്പന്നം സർവകാലസുഖാവഹം. സർവർത്തുഗുണസമ്പന്നം അതായത് എല്ലാ ഋതുക്കളിലും സർവർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ഋതുക്കളിലും എല്ലാ സീസണിലും സീസണിലത്തെയും ഗുണങ്ങളോട് കൂടിയതും സർവകാല സുഖാവഹം എല്ലാ കാലത്തും സുഖമായി കാലാവസ്ഥയാണ്. ഋഷിസങ്കുലം ഋഷികൾ നിറഞ്ഞതും പ്രഖ്യാതം വളരെ പ്രസിദ്ധവും ആയ സുതീക്ഷ്ണസ്യ ആശ്രമം പ്രാഗാത് സുതീക്ഷ്ണൻ എന്നുള്ള മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പ്രയാണം ചെയ്തു. പ്രാഗാത് പോയിന്ന് അതായത് എല്ലാ ഋതുക്കളും ഒരുപോലെയും എല്ലാ സീസണിലും ഒരുപോലെ സുഖവും ആണത്രേ. എവിടെ അറിയോ? അനവധി ഋഷിമാർ താമസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണത്രേ സുതീക്ഷൻ്റെ ആശ്രമം. ആ സുതീക്ഷൻ്റെ ആശ്രമത്തിൽ അനവധി മഹാത്മാക്കളായിട്ടുള്ള ഋഷിമാർ താമസിക്കേണ്ടത് മാത്രമല്ല ആ പ്രദേശത്ത് എല്ലാ ഋതുക്കളിലും ഒരേപോലെ ആണ്. അത്ര സുഖമായിട്ടുള്ള കാലാവസ്ഥയാണ് എല്ലാ ഋതുക്കളിലും. അങ്ങനത്തെ അനവധി മഹർഷിമാർ താമസിക്കുന്ന സുതീക്ഷ്ണൻ്റെ ആശ്രമത്തെ പ്രവേശിച്ചു. സുതീക്ഷ്ണസ്യാശ്രമം പ്രാഗാൽ പ്രഖ്യാതമൃഷിസങ്കുലം സർവർത്തുഗുണസമ്പന്നം സർവകാലസുഖാവഹം. ഇനി 3 വരിയാണ് 26. രാമമാഗതമാകർണ്യ സുതീക്ഷ്ണ സ്വയമാഗത അഗസ്ത്യശിഷ്യോ രാമസ്യ മന്ത്രോപാസന തൽപര വിധിവത് പൂജയാമാസ ഭക്ത്യുൽക്കലിതലോചന. ആഗതം രാമമാകർണ്യ രാമൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് സ്വയം ആഗത സുതീക്ഷൻ തന്നെ പുറത്തേക്ക് വന്നു. അഗസ്ത്യരുടെ ശിഷ്യനും രാമസ്യ മന്ത്രോപാസന തൽപര രാമൻ്റെ മന്ത്രം ജപിച്ച് ഉപാസനം നടത്തുന്നതിൽ താല്പര്യമുള്ളവനുമായ സുതീക്ഷ്ണൻ ഭക്ത്യുൽക്കലിതലോചന ഭക്തി കൊണ്ട് വിടർന്ന കണ്ണുകളോടുകൂടി വിധിവത് പൂജയാമാസ വിധിപ്രകാരം പൂജിച്ചു. രാമൻ വന്നു എന്ന് കേട്ടിട്ടേ അതാണ് ആഗതം രാമമാകർണ്യ രാമൻ വരുന്നു എന്ന് കേട്ടിട്ട് അഗസ്ത്യൻ്റെ ശിഷ്യനാണ് സുതീക്ഷ്ണനെ. അതാണ് അഗസ്ത്യ ശിഷ്യനാണെന്ന് പറഞ്ഞത്. അഗസ്ത്യ ശിഷ്യനാണെന്ന് മാത്രമല്ല രാമനാമജപം കൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നതിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളുമാണ്. ഈ ശ്രീരാമൻ വരുന്നുണ്ടെന്നൊക്കെ അറിയണതിൻ്റെ മുമ്പ് തന്നെ എപ്പോഴും രാമനാമം ജപിച്ചും കൊണ്ടാണ് ഭഗവാനെ ഉപാസിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെയുള്ള ആ സുതീക്ഷൻ എന്ത് ചെയ്തു? ഭഗവാൻ വരുന്നുണ്ടെന്ന് കേട്ട് അവനോൻ തന്നെ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഭഗവാനെ സ്വീകരിച്ചു. അത്രയ്ക്ക് ഭക്തിയാണ് ഭഗവാനെ ശ്രീരാമചന്ദ്ര ഭഗവാനെ. ഭക്തി കൊണ്ട് വികസിച്ച കണ്ണുകളോട് കൂടിയിട്ട് ഭഗവാനെ വേണ്ട പോലെ പൂജിച്ചു. അതാണ് വിധിവൽ പൂജയാമാസ. എങ്ങനെ? ഭക്ത്യുൽക്കലിതലോചന ഭക്തി കൊണ്ട് വിടർന്ന കണ്ണുകളോടെന്ന്. അങ്ങനെയാണ് സുതീക്ഷ്ണൻ്റെ കഥ. രാമമാഗതമാകർണ്യ സുതീക്ഷ്ണ സ്വയമാഗത അഗസ്ത്യശിഷ്യോ രാമസ്യ മന്ത്രോപാസന തൽപര വിധിവത് പൂജയാമാസ
ഭക്തുൽക്കലിതലോചന. ഇനി സുധീക്ഷൻ പറയാണ് ശ്രീരാമനോടെ. സുധീക്ഷ്ണ ഉവാച ത്വന്മന്ത്രജാപ്യഹമനന്തഗുണാപ്രമേയ സീതാപദേ ശിവവിരിഞ്ചി സമാശ്രിതാഘ്രേ സംസാരസിന്ധുതരണാമലപോതപാദ രാമാഭിരാമ സതതം തവ ദാസദാസഃ. എന്താ സുധീക്ഷൻ പറഞ്ഞ്? അനന്തഗുണ, അനന്തമായ ഗുണങ്ങളോട് കൂടിയവനെ, അപ്രമേയ, അതായത് എന്താ? അറിവിന് വിഷയമല്ലാത്തവനെ. അപ്രമേയം, അറിവിന് വിഷയം തന്നെയല്ല, അതായത് അറിവ് തന്നെയാണ്, ജ്ഞാനം സ്വരൂപം പൂണ്ടതാണല്ലോ. സീതാപതേ, അതായത് ശ്രീരാമനെ അറിഞ്ഞാൽ ഇനി ഒന്നും അറിയാനില്ല, അറിവിന് വിഷയമല്ല. സീതാപതേ, സീതയുടെ പതിയായിട്ടുള്ള ശ്രീരാമ ഭഗവാനെ, ശിവവിരിഞ്ച സമാശ്രിതാഘ്രേ, ശിവനാലും ശിവൻചാൽ അറിയാലോ നമ്മൾ, വിരിഞ്ചൻചാൽ ബ്രഹ്മാവ്, ശിവനാലും ബ്രഹ്മാവിനാലും ആശ്രയിക്കപ്പെടുന്ന പാദങ്ങളോട് കൂടിയവനെ, പാദാഘ്രേ, അങ്ങനെയൊക്കെയാണ്, നല്ല സംബോധനകളാണ്. സംസാര സിന്ധു തരണാമല സംസാര സിന്ധു തരണാമല പോതം തോണിയാണ്. അതായത് എന്താണ്? സംസാര സമുദ്രത്തെ പോതപാത മീൻസ് സംസാര സമുദ്രത്തെ കടത്തുവാൻ ഉള്ള പരിശുദ്ധമായ തോണിയായി ഭവിച്ച പാദത്തോടു കൂടിയവനെ. അതായത് സംസാര സാഗരം കടക്കണമെങ്കിൽ രാമനെ വിചാരിച്ചാൽ മതി, തോണിയാണ് രാമൻ. സംസാര സാഗരത്തിനെ കടക്കാൻ പറ്റുന്ന തോണി പാദമായിട്ടുള്ളവനെ നാം പറയാം. രാമ അഭിരാമ, ഹേ ശ്രീരാമ ഭഗവാനെ, അഭിരാമ മീൻസ് എല്ലാവരെയും രമിപ്പിക്കുന്നവനെയും, ത്വമന്ത്രജാപി അഹം, അതായത് അങ്ങയുടെ നാമത്തെ ജപിക്കുന്ന ഞാൻ, തവ ദാസദാസ, അങ്ങയുടെ ദാസന്മാരുടെ ദാസനാകുന്നു. വലിയ ഭക്തനാണ് സുധീക്ഷ്ണൻ. എന്താ പറഞ്ഞ്? എത്ര നല്ല സംബോധനകളാണ്. ഹേ അനന്തഗുണാംബുധേ, ഹേ അപ്രമേയ മീൻസ് അറിവിന് വിഷയമല്ലാത്ത, ഹേ സീതാപതേ, ഹേ ശിവബ്രഹ്മാദി വന്ദിത പാദമുള്ളവനെ, സംസാരസമുദ്രത്തെ കടത്തുന്ന തോണിയാകുന്ന പാദാരവിന്ദങ്ങളോട് കൂടിയവനെ, ഹേ രാമ അഭിരാമ, അങ്ങയുടെ നാമമാകുന്ന മന്ത്രത്തെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങയുടെ ദാസന്മാരുടെ ദാസനായിത്തീരണേ. സന്തതം തവ ദാസദാസ, ഞാനാണ്, എന്നെ അങ്ങനെ തന്നെ എപ്പോഴും സന്തതം, എപ്പോഴും എൻ്റെ അങ്ങ് ദാസനായി, ഞാൻ എപ്പോഴും അങ്ങയുടെ ദാസനായി തന്നെ ഇരിക്കണമേ. വളരെ നല്ലൊരു ഇതാണല്ലേ. അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. സുധീഷ്ണൻ്റെ ഒരു ഭക്തി നോക്കൂ. ത്വന്മന്ത്രജാപ്യഹം അനന്തഗുണാപ്രമേയ സീതാപദേ ശിവവിരിഞ്ചി സമാശ്രിതാഘ്രേ സംസാര സിന്ധു തരണാമല പോതപാദ. പോതമാണ്, അതായത് തോണിയാണ്, സംസാര സാഗരത്തിനെ കടക്കാൻ സഹായിക്കുന്ന തോണി. രാമാഭിരാമ സതതം തവ ദാസദാസ. ഇനി 28. മാമദ്യ സർവജഗതാമവിഗോചരസ്ത്വം ത്വന്മായയാ സുതകളത്ര ഗൃഹാന്ധകൂപേ മഗ്നം നിരീക്ഷ്യ മല പുദ്ഗരപിണ്ഡമോഹപാശാനുബദ്ധഹൃദയം സ്വയമാഗതോസി. നല്ലൊരു സ്തുതിയേറ്റോ. എന്താ അറിയോ? മലപുദ്ഗല പിണ്ഡ മോഹ പാശാനുബദ്ധ ഹൃദയം. ഈ മലമായിരിക്കുന്ന ശരീരത്തിൽ അഭിമാനമാകുന്ന കയറുകൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനും. ഈ ശരീരം ശരിക്ക് അത്ര പരിശുദ്ധമല്ല എന്ന് നമുക്ക് ബോധ്യമാവില്ലേ? നമ്മുടെ ഈ കഴിക്കണ ഭക്ഷണവും വെള്ളവും എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പിന്നെ സമയം വരുമ്പോൾ പോവുകയാണ് അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ ഒട്ടും പരിശുദ്ധമല്ലാത്ത അതാണ് മലമായിരിക്കുന്ന ഈ പുദ്ഗല പിണ്ഡത്തിൽ, ഈ ശരീരത്തിൽ മലം തന്നെ ആയിരിക്കുന്ന ഈ ശരീരത്തിൽ ഞാൻ എന്നുള്ള അഭിമാനമാകുന്ന ആ കയറുകൊണ്ട് നമ്മളൊക്കെ ബന്ധിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനും. സുധീഷ്ണൻ പറയണം, ഞാനിങ്ങനെ മലമായിരിക്കുന്ന ഈ ശരീരത്തിൽ അഭിമാനം പൂണ്ട്, അഭിമാനമാകുന്ന പാശം കൊണ്ട് ബന്ധിക്കപ്പെട്ടവനാണ്. അങ്ങനത്തെ ഹൃദയത്തോടു കൂടിയവനാണ് ഞാൻ. ത്വന്മായ, അങ്ങയുടെ മായ കൊണ്ട്
പിന്നെയോ അങ്ങയുടെ മായയിൽ മുങ്ങി ഇരിക്കണം ഞാൻ. സുത കളത്ര ഗൃഹാന്തകൂപേ മഗ്നം. അതായത് മക്കള്, ഭാര്യ ഇവരോട് കൂടിയ ഈ ഗൃഹമാകുന്ന പൊട്ടക്കിണറ്റിൽ മുങ്ങി പൊങ്ങുന്നവനുമായ മാം നിരീക്ഷ്യ എന്നെ കണ്ടിട്ട് സർവജഗതാം അവിഗോചരഹാത്വം. ഈ സർവജഗതാം ഈ സകല ജഗത്തുകൾക്കും എല്ലാ ലോകങ്ങൾക്കും അറിവാൻ കഴിയാത്ത അവിഗോചരൻ, കാണാനും അറിയാനും കഴിയാത്ത നിന്തിരുവടി സ്വയം അദ്യ ആഗത അസി. ഇപ്പം എൻ്റെ മുമ്പിൽ ദാ വന്നിരിക്കണു. ഞാൻ ആരാണ് അങ്ങയുടെ ദർശനത്തിനൊക്കെ അർഹനാവാൻ? ഞാൻ ആരാണെന്നാണ് ചോദിക്കണത്. അത്ര വിനയാണ് സുധീക്ഷണന്. അങ്ങയെപ്പോലല്ല ഈ ലോകത്തിന് മുഴുവൻ അറിയാൻ കഴിയാത്തതും കാണാൻ കഴിയാത്തതുമായ അങ്ങ് എനിക്ക് ദർശനം തന്നിരിക്കണു. ഞാൻ എങ്ങനെയുള്ളതാണ്? ഈ മലമായിരിക്കുന്ന ഈ ശരീരത്തിൽ എൻ്റെ ശരീരം, ഞാൻ ഈ ശരീരമാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ മിടുക്കനാണ്, ഇതൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഞാൻ ആ ദേഹാഭിമാനമാകുന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനാണ് ഞാൻ. അങ്ങയുടെ മായയിൽ കടന്നിട്ട് ഞാൻ ഈ പുത്രമിത്രാദികൾ ആകുന്ന ഈ ഗൃഹമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് മുങ്ങിപ്പൊങ്ങുന്ന എന്നെ അങ്ങ് നോക്കൂ. എൻ്റെ മുമ്പിൽ ആരാലും കാണാനും അനുഭവിക്കാനും കഴിയാത്ത അങ്ങ് സ്വരൂപെടുത്തതാ എൻ്റെ മുമ്പിൽ വന്നിരിക്കണു. ഞാൻ ഇതിനൊക്കെ അർഹനാണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എങ്ങനെ അങ്ങയുടെ കാരുണ്യത്തിനെ പറ്റി ഞാൻ എന്ത് പറയും? ഞാൻ വെറും ദേഹാഭിമാനി, ഈ മായയിൽ മുങ്ങിയിട്ട് ഈ ഗൃഹമാവുന്ന പൊട്ടക്കിണത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുടെ മുമ്പിൽ ഇതാ അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കണു. അങ്ങയുടെ കരുണയെപ്പറ്റി എത്ര പറഞ്ഞാലാ മതിയാവുക എന്നാണ് സുധീഷ്ണൻ പറയണേ. സ്വയം ആഗതോസി, ആരും പറയാണ്ട് ഇങ്ങോട്ട് വന്നു. ഞാനിതിന് അർഹനായില്ലോ അങ്ങയുടെ ഈ ദർശനത്തിന്. മാമദ്യ സർവജഗതാം അവിഗോചരസ്ത്വം ത്വന്മായയാ സുത കളത്ര ഗൃഹാന്തകൂപേ മഗ്നം നിരീക്ഷ്യ. ആ ഗൃഹാന്തകൂപത്തിൽ മുങ്ങിക്കിടക്കണം ഞാൻ. നിരീക്ഷ്യ മലപുദ്ഗല പിണ്ഡമോഹ പാശാനുബദ്ധ ഹൃദയം. എൻ്റെ ഹൃദയമാണെങ്കിലോ ഈ മോഹപാശത്താൽ കെട്ടിയിരുന്നു. സ്വയമാഗതോസി, അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ വന്നൂലോ അങ്ങയുടെ കാരുണ്യം വളരെയധികം അതിശയം തന്നെ. 29. ത്വം സർവഭൂതഹൃദയേഷു കൃതാലയോപി ത്വന്മന്ത്രജാപ്യവിമുഖേഷു തനോഷി മായാം ത്വന്മന്ത്രസാധനപരേഷ്വപയാദിമായ സേവാനുരൂപ ഫലദോസി യഥാ മഹീപഃ. സർവഭൂതഹൃദയേഷു കൃതാലയഃ അപി ത്വം. ഈ സർവഭൂതഹൃദയങ്ങളിൽ വസിക്കൂ, അതായത് അങ്ങ് സർവഭൂതങ്ങളിലും വസിക്കുന്ന അന്തര്യാമിയാണല്ലോ. അങ്ങനെയാണെങ്കിലും നിന്തിരുവടി ത്വന്മന്ത്രജാപ്യ വിമുഖേഷു, അങ്ങയുടെ മന്ത്രജപത്തിൽ വിമുഖന്മാരായവരിൽ മായാം തനൂഷി, മായയുടെ ശക്തി പ്രഭാവം അങ്ങ് നൽകണു, അവരെ മായയിൽ മുക്കണു. ത്വന്മന്ത്ര സാധന പരേഷു, എന്നാൽ അങ്ങയുടെ മന്ത്രം ജപിക്കുന്നവരിലോ മായാപയാതി, മായ വിട്ടുപോകുന്നു. മഹീപഹ യഥ, അതായത് കൽപ്പകവൃക്ഷം എന്ന പോലെ സേവാനുരൂപ ഫലത അസി, സേവയ്ക്ക് അതായത് അനുരൂപമായ സേവനത്തിന് അനുരൂപമായ ഫലത്തിനെ അങ്ങ് ദാനം ചെയ്യുന്നു. എന്താ പറയണ വെച്ചാൽ അങ്ങ് സർവഭൂത ഹൃദയസ്ഥനാണ്, എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ആളാണ്. എങ്കിൽ പോലും അങ്ങയുടെ നാമമന്ത്രത്തെ ജപിക്കുന്നതിൽ വിമുഖന്മാരായവരിൽ അങ്ങയുടെ മായാശക്തി പ്രയോഗിക്കും. എന്നാലോ അപ്പം അങ്ങേ അറിയില്ല അവർ. എല്ലാവരുടെ ഹൃദയാന്തസ്ഥനാണ്, സർവഭൂത ഹൃദയസ്ഥനാണ് അങ്ങ്. പക്ഷേ അങ്ങയിൽ അങ്ങയുടെ നാമജപത്തിൽ അല്ലെങ്കിൽ അങ്ങയെ സ്മരിക്കുന്നതിൽ വിമുഖന്മാരായവരുടെ മേലെ അങ്ങ് മായ പ്രയോഗിക്കും. അപ്പം അങ്ങ് അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അവരറിയില്ല. ഉണ്ടെങ്കിലും മായ കൊണ്ടുള്ള മറണ്ടേ, അതായത് അങ്ങയുടെ നാമജപത്തിൽ വിമുഖന്മാരായവരെ
ഉള്ളിലും അങ്ങ് വസിക്കുന്നുണ്ട്. പക്ഷേ മായ കൊണ്ട് അവരെ മറയ്ക്കും, അല്ലെങ്കിൽ മായാശക്തി അവരിൽ പ്രയോഗിക്കും. അപ്പോൾ അവർ അങ്ങുണ്ടെന്ന് അറിയില്ല. എന്നാൽ അങ്ങയുടെ നാമത്തെ നിരന്തരം പരിശീലിക്കുന്ന ആൾക്കാരെ മായ ബാധിക്കില്ല, മായ വിട്ടു നിൽക്കും. അങ്ങയുടെ നാമമന്ത്രം ചെല്ലുന്നവരെ. അതിനാൽ അതുകൊണ്ട് അങ്ങേ അറിയാൻ അവർക്ക് കഴിയണു. അതായത് മാത്രമല്ല, അങ്ങ് എങ്ങനെയാണ് അങ്ങയെ സേവിക്കണത് അതിനനുരൂപമായിട്ടുള്ള ഫലം ഭക്തന്മാർക്ക് കൊടുക്കും. അങ്ങയെ സേവിക്കുന്നതിൻ്റെ അനുസരിച്ച് അങ്ങ് ഫലം നൽകുന്നു. അതാണ് ആരേതു വിധം അങ്ങയെ സേവിക്കണോ അതിനനുസരിച്ച് ഉള്ള ഫലം അവർക്ക് നൽകും. കൽപ്പകവൃക്ഷം പോലെയാണ് അങ്ങ് എന്ന് പറയണം. എല്ലാ അഭിലാഷങ്ങളും സാധിപ്പിക്കും ഭക്തന്മാരുടെയെന്ന്. ത്വം സർവഭൂതഹൃദയേഷു കൃതാലയോപി ത്വന്മന്ത്രജാപ്യവിമുഖേഷു തനോഷി മായ. വിമുഖന്മാരിൽ മായ ശക്തി പ്രയോഗിക്കും. ത്വന്മന്ത്രസാധന പരേഷ്വപയാതി മായാ സേവാനുരൂപഫലദോസി യഥാ മഹീപ. സേവിക്കണതിനനുസരിച്ചിട്ട് അവർക്ക് അങ്ങ് ഫലം കൊടുക്കും, കൽപ്പകവൃക്ഷം പോലെ. ഇനി 30. വിശ്വസ്യ സൃഷ്ടിലയ സംസ്ഥിതി ഹേതുരേകസ്ത്വം മായയാ ത്രിഗുണയാ വിധിരീശ വിഷ്ണു ഭാസീശമോഹിതധിയം വിവിധാകൃതിസ്ത്വം യദ്വദ്രവി സലിലപാത്രഗതോ ഹ്യനേക. വിശ്വസ്യ സൃഷ്ടിലയ സംസ്ഥിതി ഹേതു ത്വമേക ഏവ. ഈ ജഗത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾക്ക് മുഴുവൻ കാരണം അങ്ങ് മാത്രമാണ്. ത്വം ഏക ഏവ. സൃഷ്ടി ലയം സംസ്ഥിതി അല്ലേ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലെ ത്വം ഏക ഏവ, അങ്ങനെ കാരണം. ത്രിഗുണയ മായ, ഈ ത്രിഗുണാത്മികമായ മായയോട് കൂടിയ മായ കാരണം. 3 ഗുണങ്ങളുണ്ടല്ലോ മായയിൽ. ഈ ത്രിഗുണാത്മകമായ മായ കാരണം വിധി ഈശ വിഷ്ണു, ബ്രഹ്മാവ് ശിവൻ വിഷ്ണു എന്ന 3 രൂപങ്ങളിൽ വിവിധാകൃതി ബഹുവിധ ആയിട്ടുള്ളവനായിട്ട് ഈശ, ഹേ ഈശ ഭാസി അങ്ങ് പ്രകാശിക്കുന്നു. അതായത് സൃഷ്ടി സംസാരങ്ങളൊക്കെ മുഴുവൻ കാരണം അങ്ങാണ്. അങ്ങ് തന്നെയാണ് ബ്രഹ്മാവായിട്ടും സൃഷ്ടി നടത്തുന്നതും, അങ്ങ് തന്നെയാണ് മഹാവിഷ്ണുവായിട്ട് സ്ഥിതി പരിപാലനം ചെയ്യുന്നതും, അങ്ങ് തന്നെയാണ് രുദ്രനായിട്ട് സംഹാരം ചെയ്യുന്നതും. ഹേ ഈശ്വര ഭാസി അങ്ങനെ പ്രകാശിക്കുന്നു. രവിഹി സൂര്യൻ, സലിലപാത്രഗത അനേക യദ്വദ് ജലപാത്രത്തിൽ ഗതനായിട്ട് അനേകൻ എന്ന പോലെ. അതായത് ഒരേ സൂര്യൻ തന്നെ പല പാത്രത്തിൽ ആ സൂര്യൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവാലോ. അതുപോലെ അങ്ങ് തന്നെയാണ് ബ്രഹ്മാവും വിഷ്ണു ശിവനുമായിട്ട് പ്രകാശിക്കുന്നത്. ഏതുപോലെ വെച്ചാൽ ഒരു സൂര്യൻ ആകാശത്തുണ്ട്, പല ജലാശയങ്ങളുണ്ടാകും, എല്ലാ ജലാശയങ്ങളിലും ആ ഒരേ സൂര്യൻ തന്നെ പ്രകാശിക്കും. അതേപോലെ ഏകനായിട്ടുള്ള അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ ഉള്ളിലെ ചൈതന്യമായിട്ടും മഹാവിഷ്ണുവിൻ്റെ ഉള്ളിലത്തെ ചൈതന്യമായിട്ടും ശിവൻ്റെ ഉള്ളിലത്തെ ചൈതന്യമായിട്ടും എന്ന് മാത്രമല്ല ഇക്കാണുന്ന സർവ്വജീവജാലങ്ങളുടെയും ചൈതന്യമായിട്ടും വർത്തിക്കുന്നത് അങ്ങ് തന്നെയാണ്. അതായത് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കണ ഒരേ ഒരു ശക്തി അങ്ങാണ്. സത്വരജസ്തമോ ഗുണങ്ങൾ അടങ്ങുന്ന ഈ മായ കൊണ്ടാണ് അങ്ങ് അതിലത്തെ രാജോ ഗുണം എടുത്ത് ബ്രഹ്മാവും, സത്വഗുണം എടുത്ത് വിഷ്ണുവും, തമോ ഗുണം എടുത്ത് ശിവനും ആവുകയാണല്ലോ. അങ്ങനെ അങ്ങ് വിളങ്ങുകയാണ്. അങ്ങനെ ബഹുരൂപനായിട്ട് അങ്ങയെ വിചാരിക്കുന്നവരൊക്കെ മായാമോഹിതരാണ്. ശരിക്കും അങ്ങ് ഒരൊറ്റ ശക്തിയുള്ളൂ. പക്ഷെ പലതായിട്ടുണ്ടെന്ന് കാണുന്നവരൊക്കെ മായ കൊണ്ട് മോഹിതരായിട്ടാണെന്ന്. അനേകം ജലാശയങ്ങളിൽ ഒരേ സൂര്യൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതിഫലിക്കുമ്പോൾ കുറേ സൂര്യന്മാരുണ്ടെന്ന് വിചാരിക്കും നമ്മൾ. ശരിക്കും ഒരു സൂര്യനേ ഉള്ളൂ. അതുപോലെയാണ് ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്, സൂര്യൻ ആകാശത്ത് നിൽക്കുന്നുണ്ട്, അനവധി ജലാശയങ്ങളുണ്ട്, എല്ലാറ്റിലും സൂര്യനെ കാണാം. അപ്പോൾ അനവധി സൂര്യൻ ഉണ്ടെന്ന് വിശ്വസിക്കണ പോലെ ഉള്ളൂ എന്ന് അതാണ് പറഞ്ഞത്. കുറേ ജലാശയങ്ങളിൽ അനവധി സൂര്യൻ ഉണ്ടെന്ന് വിശ്വസിച്ച്, അതായത് സൂര്യൻ ഒന്നേ ഉള്ളൂ
എന്ന് യഥാർത്ഥ സൂര്യനെ കാണാൻ സമർത്ഥരല്ലാത്തവരെ പോലെയാണ് നമ്മളെ. ഓരോ ജലാശയത്തിലും ഓരോ സൂര്യൻ ഉണ്ടെന്ന് വിചാരിക്കണ പോലെയാണ്. അതേപോലെയാണ് മായാഗുണം എടുത്ത് അവതരിച്ച് ഈ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും ഈ സർവ്വജീവജാലങ്ങളെയും കാണുമ്പോൾ ഒക്കെ വേറെ വേറെ ഉണ്ടെന്ന് വിചാരിക്കണത് അതുപോലെയാണെന്ന്. വാസ്തവത്തിൽ അങ്ങല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. അങ്ങയുടെ പ്രതിഫലനങ്ങളാണതൊക്കെ. അങ്ങ് ഒറ്റ ഏകനാണ്, വേറെ യാതൊന്നും തന്നെ. അങ്ങൊന്ന ഏകനല്ലാതെ ഇവിടെ അതൊന്നുമില്ല. വലിയ അദ്വൈത തത്വം പറയാണ്. ഈ ഒരു എന്താണ് ഉദാഹരണമൊക്കെ നമ്മൾ ഭാഗവതത്തിലും പറഞ്ഞുല്ലോ. വിശ്വസ്യ സൃഷ്ടിലയ സംസ്ഥിതി ഹേതുരേകസ്ത്വം മായയാ ത്രിഗുണയാ വിധിരീശ വിഷ്ണു. മായയിലിറങ്ങി വന്നിട്ടാണ് ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനൊക്കെ. ഭാസീശ മോഹിതധിയാം. അപ്പോൾ അത് മനസ്സിലാക്കാത്തവർക്കൊക്കെ അവർ മായയിൽ മോഹിതരാണ്. വിവിധാകൃതിസ്ത്വം യദ്വദ്രവി സലിലപാത്രഗതോ രവി. യദ്വദ് എപ്രകാരം രവി, യദ്വദ്രവി സലിലപാത്രഗതോ അനേകം ജലാശയങ്ങളിൽ അനവധി സൂര്യന്മാരായിട്ട് പ്രതിഫലനം നടത്തുന്ന സൂര്യനെ പോലെ അങ്ങ് ചെയ്യണം. അത് മനസ്സിലാക്കണം നമ്മളെന്ന് പറയാണ്. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ നമുക്ക് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. 31 അടുത്ത പ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിക്കാം അല്ലേ, അല്ലെങ്കിൽ 31 കൂടിയും ചെയ്യാമെന്ന് വയ്ക്കാം. പ്രത്യക്ഷതോദ്യഭവതശ്ചരണാരവിന്ദം പശ്യാമി രാമതമസ പരതസ്ഥിതസ്യ ദൃഗ്രൂപതസ്ത്വമസ താമവിഗോചരോപി ത്വന്മന്ത്രഭൂതഹൃദയേഷു സദാ പ്രസന്നഃ. ഹേ രാമ, രാമ സംബോധനയാണ്. ഹേ രാമ, തമസഃ പരതാസ്ഥിതസ്യ അന്ധകാരത്തിൻ്റെ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നവനും ദൃഗ്രൂപത കാണുന്നവനുമായ ഭവതഃ ചരണാരവിന്ദം ഭവാന്റെ പാദ അരവിന്ദങ്ങളെ അദ്യ പ്രത്യക്ഷത പശ്യാമി ഇപ്പോൾ ഞാൻ നേരിട്ട് കണ്ടു. അസതാം അവിഗോചരഃ അഭിത്വം അസത്തുക്കൾക്ക്, അതായത് സാത്വികന്മാരല്ലാത്തവർക്ക് കാണാൻ സാധിക്കുന്നു, അഗോചരൻ എന്ന് ആകുന്നുവെങ്കിലും, അതായത് സത്തുക്കളല്ലാത്തവർക്ക് കാണാൻ കഴിയാത്തവനും, അതായത് സാത്വികന്മാർക്കല്ലാത്തവർക്ക് കാണാൻ കഴിയാത്തവനും നിന്തിരുവടി അങ്ങനെയുള്ള അങ്ങ് മന്ത്രഭൂത ഹൃദയേഷു അങ്ങയുടെ മന്ത്രത്താൽ, അതായത് രാമനാമജപത്താൽ പരിശുദ്ധമായ ഹൃദയത്തോടു കൂടിയവരിൽ സദാ പ്രസന്ന, എപ്പോഴും പ്രസാദിക്കും. അതാണ് അസത്തുക്കളിൽ പ്രകാശിക്കില്ല എന്നേ ഉള്ളൂ. സത്തുക്കൾക്ക് എപ്പോഴും ഭഗവാനെ കാണാമെന്ന്. ഹേ രാമ, ഈ രജസ്തമോ ഗുണങ്ങളൊക്കെ നശിച്ചിട്ട് ശുദ്ധ സത്വം മാത്രമുള്ള ചിത്തത്തിലാണ് അങ്ങ് എപ്പോഴും വിളങ്ങണം. സത്വഗുണം മാത്രമുള്ളവരുടെ ഉള്ളിൽ വിളങ്ങി പ്രകാശിക്കും. ആർക്കാണ് രജസ്തമോ ഗുണങ്ങളൊക്കെ നശിച്ചിരിക്കണ അവരുടെ മനസ്സിൽ വിളങ്ങുന്നവനും, അതായത് സത്വഗുണപ്രധാനികളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നവനും സർവത്തെയും കാണുന്നവനുമായിട്ടുള്ള നിന്തിരുവടിയുടെ പാദാരവിന്ദങ്ങളെ ഞാനിതാ ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് എൻ്റെ ഈ സ്ഥൂലമായിട്ടുള്ള കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ടു. അസത്തുക്കൾക്ക് അങ്ങേ അറിയാൻ കഴിയില്ലാച്ചാലും, സാത്വികരല്ലാത്തവർക്ക് കാണാൻ കഴിയില്ലെങ്കിലും അങ്ങയുടെ നാമമന്ത്രജപം കൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ഹൃദയം ആർക്കാണുള്ളത് അവർക്ക് അങ്ങ് ദർശനം നൽകണു. ഹൃദയത്തിൻ്റെ പരിശുദ്ധി ഈശ്വര ദർശനത്തിന് വളരെ ആവശ്യമാണ്. അതെങ്ങനെ നമ്മളെ ഹൃദയം പരിശുദ്ധാക്കാം എന്നാ പറയണ സുധീക്ഷ്ണൻ? രാമനാമജപം ഹൃദയത്തെ പരിശുദ്ധമാക്കും. അങ്ങനെ പരിശുദ്ധമായ ഹൃദയത്തിൽ ശ്രീരാമൻ വന്ന് വിളങ്ങും. പരിശുദ്ധമല്ലാത്ത ഹൃദയമുള്ളവർക്ക് രാമൻ ഗോചരനല്ല, മീൻസ് കാണാൻ സാധിക്കില്ല, അവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നാമം ജപം കൊണ്ട് പരിശുദ്ധമായ ഹൃദയം ആയതുകൊണ്ടാണ് സുധീക്ഷ്ണന് ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ കാണാൻ സാധിച്ചു. അതാണ് പറയണത്. നിന്തിരുവടി നാമമന്ത്രജപം കൊണ്ട് പരിശുദ്ധമായയുടെ ഹൃദയത്തിൽ നിന്തിരുവടി ഗോചരനായി ഭവിക്കുന്നു, മീൻസ് കാണാൻ ദർശനം നൽകണു.
ഹൃദയപരിശുദ്ധിയാണ് ഈശ്വരദർശനത്തിന് ഏറ്റവും ആവശ്യം. ആ ഹൃദയപരിശുദ്ധിക്ക് ചെയ്യാവുന്നത് രാമനാമ ജപാണ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. പ്രത്യക്ഷതോദ്യഭവതശ്ചരണാരവിന്ദം പശ്യാമി രാമതമസഃ പരതസ്ഥിതസ്യ ദൃഗ്രൂപതസ്ത്വമസതാമവിഗോചരോപി ത്വന്മന്ത്രപൂതഹൃദയേഷു സദാ പ്രസന്നഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.